അവസാനവട്ട പ്രതീക്ഷ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥാനാർത്ഥികളും പ്രതീക്ഷയോടുകൂടിയാണ് മത്സരിക്കുക അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ സരിനും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മത്സരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജനങ്ങളാണ് ഫൈനൽ അതോറിറ്റി. അവർക്ക് ആര് നല്ലതെന്ന് തോന്നുന്നു, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആര് നല്ലതെന്ന് തോന്നുന്നു അവരാണ് ജയിക്കുക. അപ്പോൾ ആ ഒരു തീരുമാനം ജനങ്ങൾ നാളെ എടുക്കാൻ പോവുകയാണ്. അത് 3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അറിയാനും പറ്റും ആരാണ് ആ ഒരു അല്ലെങ്കിൽ വിജയി എന്നുള്ളത്. അത് എന്ത് തീരുമാനമാണെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള റിസൾട്ടാണ് എന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മാക്സിമം നോക്കുന്നത് ജനങ്ങളിലേക്ക് നമ്മുടെ ഭാഗം എത്തിക്കാനും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താനുമാണ്. അതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളും വിജയിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പം ഏറ്റവും അവസാനമായിട്ട് ഇപ്പം ഡോക്ടർ സരിൻ ഒരു പാർട്ടി ചേഞ്ച് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള സൈബർ അധിക്ഷേപങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ്? അത് ആക്ച്വലി ഇപ്പോൾ ഞാൻ ഒരിക്കലും ഈ സൈബർ അധിക്ഷേപത്തിൽ ഭയങ്കരമായി വിഷമിക്കുന്ന ആളൊന്നുമല്ല. അതിനെപ്പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പറയാൻ പോലും താല്പര്യമില്ല. കാരണം പലരും നമ്മളത് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നൊരു വാക്ക് മിണ്ടിയാൽ തന്നെ അതിന് ഇരവാദം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാലാകാലങ്ങളായിട്ട് അതിലൂടെ ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിന് മുമ്പേയും ധാരാളം അതായത് എൻ്റെ കാരണങ്ങളാൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പല കാരണങ്ങളാൽ എനിക്ക് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്. കാര്യം സോഷ്യൽ മീഡിയയിലെ എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് ഒരു വിഭാഗം എതിർക്കും, ഒരു വിഭാഗം നമ്മളോട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടൊരു പുതിയ കാര്യമൊന്നുമല്ല. പിന്നെ ഇത് നമ്മൾ അക്സെപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണല്ലോ. കാര്യം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ഇതിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെടാതെ നിൽക്കുന്ന നമ്മുടെ പേജുകളുടെ അല്ലെങ്കിൽ പോസ്റ്റുകളുടെ താഴെ വന്ന് ഒരു രാഷ്ട്രീയ പോസ്റ്റുകളുമല്ല, ആ പോസ്റ്റുകളുടെ താഴെ വന്ന് അവർക്ക് വിമർശിക്കാം, നല്ല രീതിയിൽ അവരുടെ അമർഷം പ്രകടിപ്പിക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ വളരെ മോശമായ ഭാഷയിൽ അസഭ്യം പറയുന്നതും ആ രീതിയിൽ പ്രതികരിക്കുന്നതിനോട്, അതിപ്പോൾ ഈ ഒരു കാര്യത്തിലെന്നല്ല, സ്ത്രീകളോട് അപ്പോൾ ഞാൻ മാത്രം നേരിടുന്ന കാര്യമൊന്നുമല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ പല രീതിയിലുള്ള സൈബർ ബുള്ളിയിങ് അനുഭവിക്കുന്നുണ്ട്. പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ അത് കിട്ടാറുള്ളത്. അതിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകളും ഒട്ടും മാന്യത പുലർത്താറില്ല. നമ്മൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും ചിലപ്പോൾ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം, നമ്മുടെ ഒറിജിനൽ ഐഡിയ ഒന്നും ആവില്ല, എങ്കിൽ പോലും നമ്മൾ പുലർത്തേണ്ട ഒരു മാന്യതയുണ്ട്. അത് വിടരുത് എന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായിട്ട് ഇപ്പം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. ആ സമയത്ത് ഇത്രത്തോളം സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപം നേരിട്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ അദ്ദേഹം? ഞാൻ സത്യത്തിൽ കൂടുതൽ രണ്ടും താരതമ്യപ്പെടുത്തിയിട്ടില്ല ഞാൻ സത്യത്തിൽ. കാരണം ഒന്നാമത്തെ കാര്യം, ഇവിടെ വന്ന സോഷ്യൽ മീഡിയ നമ്മളൊരു പരിധിക്കപ്പുറം ഇതിൽ തന്നെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടൊന്നും കിട്ടാനില്ല നമുക്ക് അതിൽ നിന്ന്. ആക്ച്വലി കുറേ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. അപ്പം ഞാൻ ആ വാർത്ത വായിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതിലപ്പുറം പിന്നെ ഇത് ട്രോളുകളുടെ കാലമാണല്ലോ. ട്രോളുകളും സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ദൃശ്യമാധ്യമങ്ങളെക്കാൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ആളുകൾ ആ കാര്യങ്ങൾ അറിയുന്നതും അല്ലെങ്കിൽ സംവേദനം ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ട്രോളുകളുടെ ഒരു കുത്തൊഴുക്കാണ്. അതൊക്കെ ഞങ്ങൾ ആസ്വദിക്കാറുണ്ട്. അതിപ്പോൾ ആരുടെ പേരിൽ വന്നാലും അതിലെ ആ നർമ്മം ആസ്വദിക്കും എപ്പോഴും. തീർച്ചയായിട്ടും. പക്ഷേ ഈ വിമർശനങ്ങൾ വ്യക്തിപരമാവുകയും അതുപോലൊപ്പം തന്നെ അത് ഭയങ്കര മോശപ്പെട്ട രീതിയിലേക്ക്, അതായത് ഭയങ്കര വൾഗറായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ മാനസികമായിട്ട്, പേഴ്സണലായിട്ട്? നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ എന്തായാലും വിഷമമുണ്ടാവും. അത് നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ തുടക്കത്തിൽ ഇത്തരത്തിൽ സൈബർ അറ്റാക്കുകൾ നേരിട്ട സമയത്ത് അത് എൻ്റെ കാരണങ്ങളാണ് കേട്ടോ, ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ടോന്നല്ല, പലപ്പോഴും അല്ലാതെയും അറ്റാക്കുകൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ചെറുതായിട്ട് വിഷമം, നമുക്ക് എല്ലാവർക്കും വരുന്ന പോലെ തുടക്കത്തിൽ. പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊക്കെ നമ്മൾ ഇമ്മ്യൂൺ ആവണം. നമുക്ക് അറ്റാക്ക് ചെയ്യരുതെന്ന് പറയാനോ കരയാനോ ഒന്നും, അങ്ങനെ ആണെങ്കിൽ പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനെ എവിടെ നിർത്തണം? ഇങ്ങനെയുള്ള വരുന്ന കമൻറ്റുകളെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ കമൻറ്റ് ബോക്സ് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇവരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത്. പക്ഷേ അതൊന്നും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ ഒരു തരം ഒളിച്ചോട്ടമാണ്. ഞാനത് ചെയ്യാറുമില്ല. പറയുന്നവർ പറയട്ടെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ നമ്മളിടുന്ന കമൻറ്റ് ഒരു കണ്ണാടിയാണ്. അത് നിങ്ങളുടെ മുഖത്തേക്ക് പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. അതിൽ നിങ്ങളിടുന്നത് നല്ല കമൻറ്റ്, അതായത് വിമർശനമാണെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും നല്ല ഭാഷയിലിടുമ്പോൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതിന് പകരം നിങ്ങൾ അവിടെ വന്ന് തെറി വിളിക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അത് കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ഈ അസഭ്യം പറയുന്നത് അയാളെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ റിഫ്ലക്റ്റഡ് ആവുന്നത് ഈ പറയുന്ന ആളുകളുടെ മനോവൈകല്യവും അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വമാണ്. അത്രയേ ഉള്ളൂ. ഇപ്പം കുറച്ച് പേഴ്സണലായിട്ട് വന്നാൽ ഇപ്പം ഡോക്ടർ സരിനാണെങ്കിലും അതുപോലെ തന്നെ സൗമ്യയാണെങ്കിലും രണ്ടുപേരും
ബൈ പ്രൊഫഷൻ ഡോക്ടേഴ്സാണ്. പിന്നെ എപ്പോഴാണ് ഒരു പൊളിറ്റിക്കൽ ആ ഒരു ലെവലിലേക്ക് സാറിന് വരുന്നതും ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ രണ്ടുപേരും 2 മെഡിക്കൽ കോളേജുകളിൽ MBBS പഠിച്ച ഡോക്ടേഴ്സാണ്. ഞങ്ങൾ 2001 ബാച്ചിന് MBBSന് ജോയിൻ ചെയ്തതായിരുന്നു. പരിചയം 2003 മുതലുണ്ട്. അപ്പോൾ സഹപാഠികൾ എന്നുള്ള രീതിയിൽ, കാര്യം അന്നൊക്കെ ഇത്രയും മെഡിക്കൽ കോളേജൊന്നും ഇല്ലല്ലോ, വളരെ കുറച്ച് മെഡിക്കൽ കോളേജും എണ്ണാവുന്ന അത്ര മെഡിക്കൽ സ്റ്റുഡൻസും ഉള്ളൂ. അപ്പോൾ ഒരുമാതിരി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയും, കാര്യം നമ്മുടെ കലോത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത്. അങ്ങനെയാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങോട്ട് 2003 മുതൽ ഇപ്പോൾ 2024 വരെ എനിക്ക് സാറിനെ അറിയാം. ഞാൻ എൻ്റെ ജോലിയായിട്ട് തന്നെ മുന്നോട്ട് പോയി. MBBS കഴിഞ്ഞു, PG എടുത്തു. പിന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ആ ആരോഗ്യരംഗത്തിൽ ആണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത്. സരിൻ പക്ഷേ അതിനുശേഷം വളരെ വ്യത്യസ്തമായ പല പല വഴികളിലൂടെ സഞ്ചരിച്ചു. അതിനുശേഷം സിവിൽ സർവീസിൽ പോയി. പക്ഷേ സിവിൽ സർവീസിൽ നിന്നും അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഫൈനലായിട്ട് പൊളിറ്റിക്സ് തന്നെയാണ്, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനമാണ് എൻ്റെ ഒരു മേഖല എന്നുള്ളത് ആദ്യം മുതലേ അദ്ദേഹം തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സമയം വന്നപ്പോൾ അതിലേക്ക് എൻട്രി ആവുന്ന അദ്ദേഹത്തിന് തോന്നിയ സമയത്ത് 2016 ജോലി റിസൈൻ ചെയ്തിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വരിക ചെയ്തു. ആ കാര്യം സംസാരിച്ചപ്പോൾ ഫസ്റ്റ് ഒരു ഇതെന്തായിരുന്നു? ഞാനിനി രാഷ്ട്രീയപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻഗേജ്ഡ് ആവുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് സ്വാമിയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ, 2003 മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കതിൽ ഷോക്കൊന്നുമില്ല. പക്ഷേ സിവിൽ സർവീസിലിരുന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെയാണ്, അത് ഒരു വളരെ സെക്യൂർഡ് ആയിട്ടൊരു ജോബാണ്. നമ്മുടെ ലൈഫ് വളരെ സ്റ്റേബിളാണ്. നമുക്കൊന്നിനെ പറ്റിയിട്ടും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അല്ലല്ലോ ഒരു സിവിൽ സർവൻ്റ് ആയിരിക്കുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നുള്ള രീതിയിലും. അപ്പോൾ നിശ്ചയമായിട്ടും ഇങ്ങനെ ജോലി വിടുന്ന ഒരു സംഭവം എനിക്ക് അറിയാമായിരുന്നെങ്കിൽ പോലും ആ സമയത്ത് ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം ഒരാൾ കംപ്ലീറ്റ്ലി ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാൽ എന്താണ് സംഭവിക്കാമെന്ന് ഒരിക്കലും അറിയില്ല. രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ കംപ്ലീറ്റ്ലി അൺസ്റ്റേബിളായ ഒരു ലൈഫിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫ് പാർട്ണർക്ക് ഉണ്ടാകുന്ന ആശങ്ക എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ പലതവണ ഒന്നുകൂടി ആലോചിക്കണമെന്ന് പറഞ്ഞതുമാണ്. പക്ഷേ പിന്നെ ഏതൊരു മനുഷ്യനും നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ് ആ മനുഷ്യന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് നമ്മുടെ ഒരു കാര്യത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ 100% ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാനും പറ്റില്ല. ആ ഒരു സന്തോഷമില്ലായ്മ നമ്മളെല്ലാവരെയും ബാധിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബെറ്റർ ഇങ്ങനെ നമുക്ക്, അതായത് അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് പോട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങളെത്തി.